ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക പരിശോധനാ ഫലം SITക്ക് പാളികൾ മാറ്റിയില്ലെന്നും പൊതിഞ്ഞിരുന്ന സ്വർണം മാത്രമാണ് തട്ടിയെടുത്തതെന്നും കണ്ടെത്തൽ റിപ്പോർട്ട് SIT കൊല്ലം കോടതിയിൽ സമർപ്പിച്ചു. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷബീദ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. അതായത് 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന പാളികൾ തന്നെ ദ്വാരപാലക ശില്പപാളിയും അതേപോലെ കട്ടിളപ്പാളിയും തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അതല്ല ഏതെങ്കിലും തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഇത് കൊണ്ടുപോയതിനു ശേഷം ഈ സ്വർണം പൊതിഞ്ഞ പാളി അടക്കം മാറ്റിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു പരിശോധനാ ഫലം ലഭിച്ചിട്ടുണ്ട്. അത് ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ്. 4 മാസം മുൻപാണ് ഇത് സംബന്ധിച്ച സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചത്. ആ പരിശോധനയിൽ കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ചെമ്പ് പാളികൾക്ക് 28 വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അതോടുകൂടി ഈ പൊതിഞ്ഞ സ്വർണം തട്ടിയെടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ഏതെങ്കിലും തരത്തിൽ പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ SIT സംഘം എത്തിയിട്ടുണ്ട്. ഈ ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ നിന്നുള്ള പരിശോധനയുടെ ഫല റിപ്പോർട്ട് അത് കൊല്ലം കോടതിയിൽ SIT സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കുറ്റപത്രം നീക്കാനുള്ള വളരെ പെട്ടെന്നുള്ള നീക്കം അതിപ്പോൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. പുതിയ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ അത് ലഭിച്ചാലുടൻ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം അത് ഊർജിതമാക്കും. മാത്രവുമല്ല ഇനിയുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ച് എത്ര സ്വർണം നഷ്ടമായി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു കണ്ടെത്തൽ കൂടി ആവശ്യമാണ്. അതിന് 2 പരിശോധനാ റിപ്പോർട്ട് കൂടി ജംഷഡ്പൂരിലെ ലാബിൽ നിന്ന് ആവശ്യമായിട്ടുണ്ട്. ഇതുകൂടി വേഗത്തിലാക്കാൻ ഇതിനോടകം തന്നെ SIT ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.